Welcome to Red Hawks News. I'm Aditya. Today's updates. നവംബർ 18, 2025 പ്രധാന വാർത്തകൾ ഒന്ന് നോക്കാം. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ. ചെങ്കോട്ടയിലെ കാർ ബോംബ് സ്ഫോടനം നടത്തിയ ഭീകരർ ഹമാസ് മാതൃകയിലുള്ള ഡ്രോൺ ആക്രമണം പദ്ധതിയിട്ടിരുന്നുവെന്ന് NIA റിപ്പോർട്ട്. അത്യാധുനിക ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യം. ചാവേർ ആക്രമണത്തിനുത്തരവാദികളായവർ എവിടെ ഒളിച്ചാലും കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാന്റെ വസതിയിലും ട്രസ്റ്റിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED റെയ്ഡ് നടത്തി. ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന ഉമർ നബിയുടെ അവസാന വീഡിയോ പുറത്തുവന്നു. കേരളത്തിലെ പ്രധാന സംഭവവികാസങ്ങൾ. SIR സംസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കോൺഗ്രസും സമാന ആവശ്യവുമായി സുപ്രീംകോടതിയിൽ പോയി. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി. മറ്റു ദേശീയ വാർത്തകൾ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതിൽ ഐക്യരാഷ്ട്രസഭ ഖേദം പ്രകടിപ്പിച്ചു. ഗാസ സമാധാന പദ്ധതിക്ക് US പ്രസിഡന്റ് ട്രംപ് മുന്നോട്ടുവച്ച നിർദ്ദേശത്തിന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗീകാരം നൽകി. Thanks and see you tomorrow, Red Hawk News.